ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റേ വാവ്. സ്റ്റേ വാവിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ചില കാരണങ്ങൾ ഒഴിവാക്കിയാൽ നമുക്കും അത്ഭുത വിജയം നേടാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അതിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നും എങ്ങനെയാണ് വിജയം സ്വന്തമാക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. പല ആളുകളുടെയും ലൈഫിൽ പല ലക്ഷ്യങ്ങളുണ്ടാകും, പല സ്വപ്നങ്ങളുണ്ടാകും. ചിലപ്പം ലൈഫിൽ ഒരു സർട്ടൻ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കും, ഇതാവണം, ഇത് ഇങ്ങനെ നേടിയെടുക്കണം. പക്ഷെ കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടാകാം. ഒരു പക്ഷേ നമ്മൾ സ്വപ്നങ്ങളിൽ നിന്ന് കുറേ അകലെയാണെന്ന് തോന്നിയിട്ട് ഈ കണ്ട സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച ഒരു സമയം ഉണ്ടായിരിക്കും. എനിവേയ്സ്, ഒരു പക്ഷേ ഈ ഞാൻ പറയാൻ പോകുന്ന കാരണങ്ങളായിരിക്കാം നിങ്ങളുടെ സ്വപ്നത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് തിങ്, അറിവില്ല എന്നുള്ളത്. അറിവ് പൊതുവെ നമ്മൾ എഡ്യൂക്കേഷൻ എന്നും നോളജ് എന്നും പറയാറുണ്ട് അല്ലേ. എഡ്യൂക്കേഷൻ, നോളജ്, വിസ്ഡം എന്നൊക്കെ പറയുന്നത് അത് ഒറ്റയടിക്ക് നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ മൂന്നിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അറിവ് നമുക്ക് വേണം, അതിന് വേണ്ട എഡ്യൂക്കേഷനും വേണം. അതില്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരിക്കും. ബോയിലിങ്ങിൽ ലാലേട്ടൻ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോകുമ്പോൾ ചിക്കനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ആ റേഡിയോ ചാനൽ മാറി തിരിച്ചു വരുമ്പം ചിക്കനും കൊണ്ട് എക്സസൈസ് ചെയ്യുന്ന ആ ഒരു ലെവലായിരിക്കും. നമുക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജെങ്കിലും നമുക്ക് വേണം. അത് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു കാര്യം അത് വൃത്തിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റണമെങ്കിൽ എവിടെ എത്തിച്ചേരും, അതെങ്ങനെ എത്തിക്കണം എന്നുള്ളൊരു റൂട്ട് മാപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് പ്ലാൻ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ലൈഫും കരിയറും കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അറിവും ഒരു നോളജും ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, നമ്മുടെ ലൈഫിൽ നമ്മുടെ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിൻ്റെ കാരണം ലക്ഷ്യമില്ല എന്നുള്ളതാണ്. എന്തായി തീരണം എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ പറയും. എനിക്ക് ഇതായി തീരണം, അതായി തീരണം, അത് വാങ്ങണം, ഇത് ചെയ്യണം, ഇത് സ്വന്തമാക്കണം, ഇത് നേടണം, ഇങ്ങനെ ജീവിക്കണം. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യം നമ്മുടെ ലൈഫിലുണ്ടോ? അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബോട്ട്, നമ്മൾ കടപ്പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ ബോട്ടുകൾ പോകുന്നതാണ് അല്ലേ. അതിന് നങ്കൂരുണ്ടായിരിക്കും, അതുപോലെ കപ്പിത്താൻ ഉണ്ടായിരിക്കും. കുറേ ആൾക്കാർ, ബോട്ടിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു ബോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളും വ്യക്തികളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം ഇല്ലാണ്ട് ഒരു ബോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നടുക്കടലിൽ എത്തുന്ന സമയത്ത് കരയൊന്നും കാണാതെ പോകുമ്പോൾ കുറേ തെക്കോട്ട് പോകും, കുറേ വടക്കോട്ട് പോകും, കുറേ പടിഞ്ഞാറോട്ട് പോകും, കുറേ കിഴക്കോട്ട് പോകും. എങ്ങോട്ട് പോകണം, എവിടേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത് എന്നുള്ളൊരു വ്യക്തമായ രൂപരേഖ ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും കരക്കെത്താൻ പറ്റില്ല. പക്ഷെ വടക്ക് നോക്കി ഉണ്ടെങ്കിൽ നമുക്കൊരു ദൂരം നോക്കിയിട്ട് അങ്ങനെ യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു കരക്കെത്താൻ പറ്റും. നമ്മുടെ ലൈഫിലും ലക്ഷ്യബോധമില്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വടക്ക് നോക്കി യന്ത്രം കയ്യിൽ കരുതുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മൂന്നാമത്, നിങ്ങളുടെ അത്ഭുത വിജയത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അടുക്കും ചിട്ടയും ക്രമവും ഇല്ലാത്ത ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് മാറുകയാണ്. ചില കാര്യങ്ങൾ, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ഞാൻ ഈ ഒരു എമൗണ്ട് എടുത്ത് വെക്കുന്നു, ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഞാൻ ഈ വലിയൊരു എമൗണ്ട് ആക്കിയിട്ട് ഈ ഒരു കാര്യത്തിന്, ഈ ഒരു പേർപ്പസിന് വേണ്ടി മാറ്റാണ്. സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ഞാൻ ഇത്ര രൂപ ബാങ്കിലിടും, ഇതിനു വേണ്ടി ഞാൻ എടുത്തു വെക്കുകയാണ്. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു വലിയ ഡിസ്കൗണ്ട് സെയിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യം വരുന്നത്. ഇപ്പോൾ ഈ എടുത്തു വയ്ക്കാൻ വിചാരിച്ച എമൗണ്ട് വെറുതെ ഒരു ക്രേസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അത്ര അത്യാവശ്യമുള്ള കാര്യമില്ലാത്തതിൻ്റെ പുറത്ത് നമ്മൾ ചിലവാക്കും. അതിനാണ് പറയുന്നത് അടുക്കും ചിട്ടയും ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം. ഇപ്പോൾ ബാങ്കിലൊക്കെ നമ്മൾ വീട് പണിക്ക് ലോൺ അപ്ലൈ ചെയ്ത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം ഒരു എമൗണ്ട് തരും. അതിൽ നമ്മൾ പണി കംപ്ലീറ്റ് ചെയ്തു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് ഗഡു എന്നൊക്കെ പറയില്ലേ, നെക്സ്റ്റ് ഗഡു അപ്പോഴാണ് വരിക. അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എമൗണ്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു ചിട്ടയിലല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി തന്നിട്ടുണ്ടെങ്കിൽ എന്താവും? വീട് പണി നടക്കില്ല, ആ പൈസയും പോയതിന് കണക്കുണ്ടാവില്ല. ഇതേപോലെ നമ്മുടെ ലൈഫിലും ഒരു അടുക്കും ചിട്ടയിലും വേണം വിജയത്തിലേക്ക് എത്താൻ. സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് നോക്കുകയാണെങ്കിൽ +2 ആണല്ലോ ഏറ്റവും ബേസിക്. ഇപ്പോൾ 10th കഴിഞ്ഞു, +2 സയൻസ് കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എന്നിട്ട് അടുത്ത ലെവലിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഭാഗത്തും ആ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിലും നിങ്ങൾ എക്സലൻ്റ് ആകണം. അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയിലുള്ള പഠനം ഇല്ലാതെ ഒറ്റയടിക്ക് ആർക്കും മേളിലെത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തുന്നതിനും കൃത്യമായൊരു പ്ലാനും രൂപരേഖയും നിങ്ങൾ തയ്യാറാക്കണം.
നാലാമതായിട്ട് നിങ്ങളെ വിജയത്തിലെത്തുന്നതിന് തടസ്സം നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ തോൽവികളായിരിക്കും. അപ്പോൾ അത്തരം തോൽവികളും ദുരനുഭവങ്ങളും മറക്കാൻ വേണ്ടി ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ചെറുപ്പത്തിൽ നിങ്ങൾ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് പാരൻസോ ടീച്ചേഴ്സോ പറഞ്ഞിട്ടുണ്ടാകും നിനക്കൊന്നും എവിടെ എത്താൻ പറ്റില്ല. ഒരു പക്ഷേ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അങ്ങനെ വലിയ അക്ഷരത്തിൽ പച്ച കുത്തിയിട്ടുണ്ടാവും. അത് വളരുന്നതിനനുസരിച്ച് ആ വേദന അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകളും കിടക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ചീത്ത കാര്യങ്ങൾ പറയരുത്, അവരെ അതിരുവിട്ട് ശാസിക്കരുത്, വേണ്ടാത്തത് അവരെ നോക്കി പറയരുത് എന്നൊക്കെ പറയണേ. സോ വേർഡ്സിന് പവർ ഉള്ളതുപോലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. പണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ പാരൻസ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ഇവിടെ എത്താൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് എന്ത് ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ വിജയത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര ബിസിനസ് ട്രൈ ചെയ്തു അതൊക്കെ ഫെയിലായിപ്പോയി, അങ്ങനെയുള്ള വല്ല ചിന്തയുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റേവാവിൽ തന്നെ ഇതിനു മുൻപ് നമ്മുടെ KFCൻ്റെ സ്റ്റോറി, ആ സക്സസ് സ്റ്റോറി ഉണ്ടായിരുന്നു, അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷൻ ആകും. അപ്പോൾ അതേപോലെ പല ആൾക്കാരും ലൈഫിൽ തോറ്റ് ഇനി ജയിക്കാൻ പറ്റൂല, ഇവിടെ ഞാൻ തോക്കുമെന്ന് വിചാരിച്ച ആ ഒരു നിമിഷത്തിലായിരിക്കും ഒരു പക്ഷേ വിജയം തേടി വരുന്നത്. അപ്പം നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ, സിറ്റുവേഷൻസ് നിങ്ങളെ തോൽവിയിലേക്ക് ഇങ്ങനെ വലിച്ചഴക്കുന്നുണ്ടെങ്കിൽ അത് മറന്നു കളയുക. ആ പാസ്റ്റ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുക വേണ്ട. നെക്സ്റ്റ്, നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഫെയിൽ ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കൂളിലെ കുട്ടികളാവുന്ന സമയത്ത് തന്നെ സ്ഥിരം അവിടെ നിന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് ആൻസർ വരുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു, സിലബസിലില്ലാത്ത വന്നു, ടീച്ചർ അത് പഠിപ്പിച്ചില്ല, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിരുന്നു, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള സില്ലി കാര്യങ്ങളിൽ നമ്മൾ എക്സ്ക്യൂസസ് പറയാറുണ്ട് അല്ലേ. അത് ടീച്ചറുടെ കുറ്റമായിരിക്കും, അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയാളുടെ കുറ്റമായിരിക്കും. ഇത് നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ഉള്ള കാര്യമാണ് പറയും. ഇതേപോലെ ലൈഫിൻ്റെ ഓരോ സിറ്റുവേഷനിലും പലപ്പോഴും നമ്മൾ പല ആളുകളെയും കുറ്റം പറയാറുണ്ട്. നമ്മുടെ ബിസിനസ് തോറ്റുന്നതിന്, നമ്മുടെ എക്സാം പൊട്ടിയതിന്, ഒരു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തതിന് വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇനി നിങ്ങളുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന അടുത്തൊരു കാര്യം നല്ല സമയം കാത്തിരുന്നതായിരിക്കും. ഈ വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ഇരുന്ന് ഈ നല്ല കാലമൊട്ട് വരില്ല, നമ്മളെ കഷ്ടകാലമൊട്ട് മാറിപ്പോവില്ല, ഈ ഒരു അവസ്ഥയിലെത്തും. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയും ആ ബിസിനസ് തുടങ്ങണം, ഈ ഗവൺമെൻറ് ഒന്ന് മാറട്ടെ, ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജനുവരി വരെയല്ലേ, 2 മാസം കൂടി കഴിഞ്ഞാൽ നിന്ന് ജനുവരി കഴിഞ്ഞിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ 1-ാം തീയതി വരട്ടെ. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മളെ പിടിച്ചു കെട്ടുന്നത് ഇതുപോലെ മാറ്റിവെക്കലുകൾ അല്ലെങ്കിൽ നീട്ടിവെക്കലുകളാണ്, നല്ല സമയത്തെ കാത്തിരിക്കലുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. മാറ്റിവെക്കുന്നതിൻ്റെയും നാളെ നീളെ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ കൊണ്ടത് സാധിക്കാറില്ല. അപ്പം നിങ്ങളുടെ വിജയം ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ തുടങ്ങുമ്പോഴായിരിക്കും. നാളെ മുതൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയം അതിൻ്റെ ട്രാക്കിലേക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തൊരു കാര്യം, വിജയം വരെ കാത്തിരിക്കാൻ ക്ഷമയില്ല എന്നുള്ളതാണ്. പലരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരതായിരിക്കും, പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ ക്ഷമ നഷ്ടപ്പെടും, ഊർജ്ജസ്വലത നഷ്ടപ്പെടും, എൻതൂസിയാസും ആ ഒരു എനർജി ഉണ്ടല്ലോ ആ ലെവലിൽ പോകും. ഏതൊരു കാര്യത്തിനും ഒരു സ്റ്റാർട്ടിങ് ലെവലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലെ ഒരു പീക്ക് ലെവലുണ്ട്, പിന്നെ ഒരു ബോറിംഗ് ലെവലുണ്ട്. ബോറിംഗ് കഴിഞ്ഞ് പിന്നെ ചില ആൾക്കാർ അത് ഒന്നുകിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യം നമ്മൾ ചെയ്താലും പല സ്റ്റേജസ് ഓഫ് അല്ലെങ്കിൽ പല ലെവൽ ഓഫ് ഫീലിങ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഇപ്പോൾ 1-ാം ക്ലാസ് ചേർന്ന കുട്ടികൾ, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സൊക്കെ പോട്ടെ, കോളേജൊക്കെ ചേർന്ന കുട്ടികളെ എടുക്കാം. ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് കുറച്ച് മാസങ്ങൾ വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ഇയർ ആണ്, പഠിക്കണം, ചെയ്യണം, അത് ആക്കണം, ഇതാക്കണം, ഫസ്റ്റ് സെമ്മ് ഞാൻ ഇങ്ങനെ പാസ്സാവും. പക്ഷേ എല്ലാവരും ഫസ്റ്റ് ഇയർ ചേരുന്നത് ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ആണെങ്കിലും സെക്കൻഡ് ഇയർ എത്തുമ്പോഴത്തേക്കും പകുതി മുക്കാൽ ആൾക്കാരുടെ ആ ഒരു അഗ്നി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റ്, ആ ഒരു സ്പാർക്ക് ഇല്ലാണ്ടാവുന്നതായിട്ട് കാണാം. ഇതുപോലൊരു ബോറിംഗ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു എൻതൂസിയാസം, എക്സൈറ്റ്മെൻറ്റ് ഒക്കെ നഷ്ടപ്പെടും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സാം തുടങ്ങുന്ന സമയത്തും പല നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്തും ഒക്കെ നമുക്ക് പറ്റുന്നത് ഈ ഒരു എൻതൂസിയാസം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഊർജ്ജസ്വലതയായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അത് തിരിച്ച് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സും അഡിക്ഷൻസ് ആയിരിക്കും. ചില ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും നിങ്ങളുടെ വിജയത്തിൻ്റെ തടസ്സമായിട്ട് നിന്നേക്കാം. നിങ്ങളെ
മടി പിടിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്തായിരിക്കും മദ്യപാനം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുടുങ്ങി പോവാം. ഈ അഡിക്ഷൻ ബാഡ് ഹാബിറ്റ്സിൽ നമുക്ക് ചില തെറ്റായ അഫെയർസിനെ ഉൾപ്പെടുത്താം. കോളേജ് ലൈഫിലുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അഫെയർസ്. അത് കോളേജ് ലൈഫല്ല, സ്കൂൾ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഇങ്ങനെ അഫെയറാണ് അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടമുണ്ട് എന്ന് പറയാൻ കുട്ടികൾ മടിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ യെസ് എനിക്കുണ്ട്, ഇങ്ങനൊരു അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് കാലഘട്ടം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് തെറ്റായ ചില കൂട്ടുകെട്ട് ആയിരിക്കാം. അതിൽ അഫെയർ ഉൾപ്പെടും, ചില ഫ്രണ്ട്ഷിപ്സ് ഉൾപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ്, ബാഡ് അഡിക്ഷൻസ് അതിനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു പുതിയ വഴിയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെവിടെ ജനിച്ചു, ഇന്ത്യയിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ജനിക്കുന്നു, മലയാളിയായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഇവരുടെ മകളായിട്ട് അല്ലെങ്കിൽ മകനായിട്ട് ജനിക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒരു സഹോദരൻ സഹോദരി ഉണ്ടാകുന്നു, ആ കാര്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുപോലെ നമ്മൾ മരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എപ്പോൾ മരിക്കുമെന്നോ, ഞാൻ എത്ര നാൾ ജീവിക്കുമെന്നോ, എങ്ങനെ മരിക്കുമെന്നോ ഒന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. മനുഷ്യർക്ക് ആർക്കും അവരുടെ ലൈഫ് ജനനവും മരണവും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ, അത് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും എവിടെ പോകണം, എന്താകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. ഒരു പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ലക്ഷ്യബോധമില്ലാത്തത്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതിന് വേണ്ട അറിവില്ലാത്തത്, ക്രമവും ചിട്ടയും ഇല്ലാത്ത ലൈഫ് സാഹചര്യം, നിങ്ങളുടെ തോൽവികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടി, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, ഒരു പക്ഷേ നല്ല സമയത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാഡ് ഹാബിറ്റ്സ്, അഡിക്ഷൻസ്, ഈ പറഞ്ഞതിൽ ഏത് പോയിന്റാണ് നിങ്ങളുടെ ലൈഫിൽ മിസ്സായി കിടക്കുന്നത്, അതിനെ റീസ്റ്റോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സേവ് അവൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കിലൂടെ കാണാം. അതുവരെ ബൈ.